എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനൊരു സ്കിൻ കെയർ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഇപ്പോൾ നല്ല ചൂട് ക്ലൈമറ്റ് അല്ലേ, നമ്മളെല്ലാവരും വെയിലത്ത് പുറത്തൊക്കെ പോകുന്നവരാണ്. സ്കൂളിൽ പോകുന്നവരും ഓഫീസിൽ പോകുന്നവരും കോളേജിൽ പോകുന്നവർക്കും എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ വെയിലത്തൊക്കെ പോയിട്ട് വരുമ്പോഴത്തേക്കും നമ്മുടെ സ്കിന്നൊക്കെ ഈ വെയിൽ കൊണ്ട് ഭയങ്കരമായിട്ട് ടാനായി ഭയങ്കര ഡള്ളായിട്ടിരിക്കും. അപ്പോൾ നമുക്ക് വീട്ടിൽ വരുമ്പോൾ നമുക്ക് നമ്മുടെ ആ ഒരു സ്കിന്നിൻ്റെ ഡൾനെസ്സും ആ ഒരു ടാനും ഒക്കെ നമുക്ക് മാറ്റിയെടുത്തിട്ട് സ്കിന്നിനൊന്ന് ഫ്രഷ് ആക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു 2 സ്റ്റെപ്പ് ക്ലീനപ്പാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസ് മിസ് ചെയ്യാണ്ട് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ക്ലൻസിങ് ആണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു ടൊമാറ്റോ ആണ്. ഇത് രണ്ടായിട്ട് കട്ട് ചെയ്യാം. എന്നിട്ട് ഒരു പോർഷൻ നമുക്ക് ഇപ്പോൾ എടുക്കാം. നമ്മുടെ ഫേസിലും നെക്കിലും കൈകളിലും എല്ലാം നമുക്ക് അപ്ലൈ ചെയ്യാം. കാരണം ഇവിടെ എല്ലാം ടാൻ ആവുന്ന ഏരിയാസ് ആണ്. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് ഈ ഒരു പോർഷൻ എടുക്കാം. ബാക്കി നമുക്ക് നെക്സ്റ്റ് ഡേയിൽ എടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത് വെച്ചിട്ട് ആദ്യം ഫേസിൽ നല്ലപോലെ മസാജ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് നമ്മുടെ സ്കിന്നിലുണ്ടാകുന്ന അഴുക്കും എല്ലാം മാറ്റിയിട്ട് സ്കിന്നിനെ ഇത് നന്നായിട്ട് ക്ലീൻ ആക്കും. പിന്നെ ഈ ടൊമാറ്റോയിൽ വൈറ്റമിൻ സി ധാരാളം അടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മുടെ സ്കിന്ന് ബ്രൈറ്റൻ ചെയ്യാനും സൺടാൻ മാറ്റാനും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ഇതിൽ ബ്ലീച്ചിങ് പ്രോപ്പർട്ടി ഉണ്ട്. അപ്പോൾ നമ്മുടെ സ്കിന്നിനെ ബ്രൈറ്റൻ ചെയ്യാനും ഇത് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ സ്കിന്നിൽ ഉണ്ടാകുന്ന പാടുകളൊക്കെ മാറ്റാനും ഒക്കെ ഇത് വളരെയധികം നല്ലതാണ്. ഇപ്പൊ ഫേസിലും നെക്കിലും എല്ലാം ഇത് വെച്ചിട്ട് മസാജ് ചെയ്യുക. അതിനുശേഷം കൈകളിലും ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഞാൻ. അപ്പൊ നമ്മുടെ കൈയൊക്കെ നന്നായിട്ട് ടാൻ ആവാറുണ്ടല്ലോ, അപ്പൊ കൈകളിൽ ഇതുപോലെ മസാജ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതൊന്ന് ഡ്രൈ ആകുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം നമുക്കിത് വാഷ് ചെയ്യാവുന്നതാണ്. ഏകദേശം ഒരു 10 to 15 മിനിറ്റ്സ് ഒക്കെ വെക്കുന്നത് വളരെയധികം നല്ലതാണ് കേട്ടോ. ഇത് വാഷ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ സ്കിന്നിന്റെ ആ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു ഡൾനെസ് ഒക്കെ മാറിയിട്ട് സ്കിന്നൊന്ന് ഫ്രഷ് ആയതുപോലെ നമുക്ക് കാണാൻ സാധിക്കും. അത്രയും അടിപൊളി ഒരു സംഭവമാണ്. വേറെ ഒന്നും ഇതിൽ ആഡ് ചെയ്യേണ്ട കാര്യമില്ല. ഈ ടൊമാറ്റോ മാത്രം മതി. അപ്പോൾ ദേ സ്കിന്നൊക്കെ ഒന്ന് ഫ്രഷ് ആയിട്ടുണ്ട്. കൈയൊക്കെ ഞാൻ നന്നായിട്ട് അത് വൈപ്പ് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പായിട്ട് ചെയ്യാൻ പോകുന്നത് ഒരു ഫേസ് പാക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അരിപ്പൊടിയാണ്. അപ്പോൾ ഇത് നിങ്ങളുടെ ഫേസിലും നെക്കിലും കൈകളിലും ഒക്കെ അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ അതനുസരിച്ച് ക്വാണ്ടിറ്റി എടുക്കാം. നെക്സ്റ്റ് മഞ്ഞൾപ്പൊടിയാണ്. ഏത് മഞ്ഞൾ വേണമെങ്കിലും എടുക്കാം കേട്ടോ. നെക്സ്റ്റ് തൈരാണ്. അപ്പോൾ ഈ 3 ഇൻഗ്രീഡിയൻസ് മതി. അരിപ്പൊടി, മഞ്ഞൾപ്പൊടി, തൈര്. ഓക്കെ, ഇനി അരിപ്പൊടിക്ക് പകരമായിട്ട് നിങ്ങൾക്ക് കടലമാവ് വേണമെങ്കിൽ എടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ മുൾട്ടാണി മിട്ടി എടുക്കാം. ഓട്സിന്റെ പൗഡർ വേണമെങ്കിൽ എടുക്കാം. ഓക്കെ, അപ്പം നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് എടുക്കാം. അപ്പോൾ ഇതെല്ലാം കൂടെ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മുടെ ഫേസിലും നെക്കിലും കൈകളിലും ഒക്കെ നമുക്കിത് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇത് സൂര്യപ്രകാശം ഏറ്റിട്ട് നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന ടാൻ മാറ്റാനും സ്കിന്നിനെ ബ്രൈറ്റൻ ചെയ്യാനും നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന പിഗ്മെന്റേഷൻ മാറ്റിയെടുക്കാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു പാക്കാണ്. ഇപ്പൊ കടലമാവ് യൂസ് ചെയ്യുകയാണെങ്കിൽ ഓയിലി സ്കിന്നിന് വളരെയധികം നല്ലതായിരിക്കും. സ്കിന്നിൽ ഉണ്ടാകുന്ന എക്സസ് ഓയിലിനെ കൺട്രോൾ ചെയ്യാനൊക്കെ അത് വളരെയധികം ഹെൽപ്പ് ചെയ്യും. അപ്പൊ നല്ലൊരു പാക്കാണ്. ഇപ്പം ഡ്രൈ സ്കിൻ, നോർമൽ സ്കിൻ ഒക്കെ ഉള്ളവർക്ക് അരിപ്പൊടി യൂസ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഭയങ്കരമായിട്ടുള്ള ഡ്രൈ സ്കിൻ ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഓട്സിന്റെ പൗഡറോ അത് യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ അതെ ഞാൻ എൻ്റെ ഫേസിലും നെക്കിലും കൈകളിലും ഒക്കെ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇതൊന്ന് ഡ്രൈ ആകുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം ഇത് നമുക്ക് വാഷ് ചെയ്യാവുന്നതാണ്. ഇനി ഇതിൽ തൈര് യൂസ് ചെയ്യാൻ പറ്റാത്തവർക്ക് അതിന് പകരമായിട്ട് പൊട്ടറ്റോയുടെ ജ്യൂസ് ഉണ്ടല്ലോ, അത് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഒന്ന് നനച്ചിട്ട് ഒന്ന് ഇങ്ങനെ സ്ക്രബ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം അതൊന്ന് തുടച്ച് മാറ്റണം. അപ്പോൾ നിങ്ങൾക്ക് സ്കിന്നിലെ ഡിഫറൻസ് കണ്ടോ, നന്നായിട്ട് ബ്രൈറ്റൻ ആയിട്ടുണ്ട്. അവിടെ ടാനൊക്കെ നന്നായിട്ട് മാറിയിട്ടുണ്ട് സ്കിന്നിൻ്റെ, കണ്ടില്ലേ. അപ്പോൾ ഇത് നമുക്ക് നമ്മളിപ്പോൾ ഡെയിലി പുറത്ത് പോകുന്നവരാണെങ്കിൽ പുറത്ത് പോയിട്ട് വന്നിട്ട് 2 സ്റ്റെപ്പ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഭയങ്കര അടിപൊളി ചേഞ്ച് ആയിരിക്കും. ആ ഒരു ടാനൊക്കെ നല്ല രീതിയിൽ തന്നെ നമുക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് തന്നെ മാറ്റിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇത് എല്ലാവർക്കും ഒരുപോലെ ചെയ്യാൻ പറ്റുന്നതാണ്. കുട്ടികളായാലും ശരി, മുതിർന്നവരായാലും ശരി, ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും എല്ലാവർക്കും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു റെമഡിയാണിത്. അപ്പോൾ 2 സ്റ്റെപ്സ്. ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ ടൊമാറ്റോ വെച്ചിട്ട് മസാജ് ചെയ്ത് കൊടുക്കുന്നു. സെക്കൻഡ് സ്റ്റെപ്പിൽ ഫേസ് പാക്ക് ഇട്ട് കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് കിട്ടിയ റിസൾട്ട് എന്താണെന്നുള്ളത് പറയാം. അപ്പം ഞാൻ ഫേസും ഒന്ന് നനച്ചിട്ട് അത് സ്ക്രബ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അതൊന്ന് തുടച്ച് മാറ്റുകയാണ്. നല്ല ഡിഫറൻസ് ഉണ്ട് കേട്ടോ. അടിപൊളി സംഭവമാണ്. അപ്പം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ.
പിന്നെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ പുറത്ത് പോകുന്നതിന് മുന്നേ ആയിട്ട് ഫേസിൽ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യാൻ മറക്കരുത്. ഇത് സൂര്യപ്രകാശത്തിൽ നിന്നും വരുന്ന ഹാർംഫുൾ ആയിട്ടുള്ള റേസിൽ നിന്ന് നമ്മുടെ സ്കിന്നിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അതായത് ഡാമേജസ് ഒന്നും വരാതെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. സൺസ്ക്രീൻ അപ്ലൈ ചെയ്താലും നമ്മുടെ സ്കിന്ന് വെയിൽ കൊള്ളുമ്പോഴത്തേക്കും ടാൻ ആവും. ആ ടാൻ നമുക്ക് റിമൂവ് ചെയ്യാനായിട്ട് ഇപ്പോൾ പറഞ്ഞ ഈ 2 സ്റ്റെപ്സ് നമുക്ക് വീട്ടിൽ ചെയ്തു കൊടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ വീഡിയോ എല്ലാവരും കണ്ടല്ലോ. നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് സെക്ഷനിൽ ഇടാൻ മറക്കരുത്. പിന്നെ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.